ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ECG. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് അറിയാൻ പറ്റുന്നത്. അത് നോർമൽ പൊസിഷനിലോട്ട് വരിക, അതിന്റെ ഒരു റെസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. P വേവ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? വെൻട്രിക്കുലർ കോൺട്രാക്ഷന് കാരണമാകും. അതായത് ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. നമ്മളിന്ന് നോക്കുന്നത് ECG കുറിച്ചാണ്. എന്താ ECG? ECG എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ECG അല്ലെ. എന്താ ECG? ഇലക്ട്രോ കാർഡിയോഗ്രാമിനെയാണ് നമ്മൾ ECG എന്ന് പറയുന്നത്. അപ്പൊ ECGക്ക് ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്താ ECG? ECG is a diagnostic test that records the electrical activity of the heart over time using electrodes placed on the skin. അല്ലെ, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താനായിട്ട്, ഹൃദയത്തിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് രേഖപ്പെടുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഏതാ? ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഇലക്ട്രോഡുകളുടെ സഹായത്തോടു കൂടിയ നമുക്കിത് അറിയാൻ പറ്റുക. അതായത് നമ്മുടെ സ്കിന്നിൽ പ്ലേസ് ചെയ്യുന്ന ഇലക്ട്രോഡുകളുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ ഈ ECG കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് വില്യം ഐൻതോവൻ എന്നാണ്. ആരാ ECG കണ്ടുപിടിക്കുന്നത്? വില്യം ഐൻതോവൻ ആണ്. 1903 വില്യം ഐൻതോവൻ എന്ത് കണ്ടുപിടിക്കുന്നത്? ECG കണ്ടുപിടിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് ആണ് ഏതൊക്കെ? ഒന്ന് സ്ട്രിംഗ് ഗാൽവനോമീറ്ററും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ECG ലീഡ്സും ആരുടേതാണ്? അത് വില്യം ഐൻതോവന്റേതാണ്. അപ്പം ECG എന്താന്ന് ഓർമ്മിച്ചുകൊള്ളുക, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് അല്ലെ. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതേ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു വേർഡാണ് ഏതാ? EEG എന്ന് പറയുന്നത്. എന്താ EEG? EEG എന്ന് പറയുന്നത് ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. ഓർമ്മിക്കുക, EEG എന്താണ്? അത് ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാമിനെയാണ് നമ്മൾ EEG എന്ന് പറയുന്നത്. ആരാണ്? EEG ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോ EEG ആണ് ഏതാ? ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ഹാൻസ് ബെർജർ ആണ്. അപ്പൊ EEG ആണെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. ഇതാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് കണ്ടെത്താനാണ് ഏതാ? EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ഹാൻസ് ബെർജർ എന്നാണ്. ഹാൻസ് ബെർജർ ആണ് എന്ത് കണ്ടെത്തുന്നത്? EEG കണ്ടെത്തുക. അപ്പം ECGയും EEGയും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് ECGയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ജസ്റ്റ് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നോർമലി ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് അല്ലെ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ECG പ്രവർത്തിക്കുക എന്ന് ചോദിച്ചാൽ, ഒന്ന്, during each heartbeat cardiac muscle generate electrical impulses. അതായത് ഒരു ഹാർട്ട് ബീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിസ്റ്റോൾ പ്ലസ് ഡയസ്റ്റോൾ ആണ് ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുക അല്ലെ. നമ്മുടെ ഹാർട്ടിന്റെ ചേമ്പേഴ്സ് കോൺട്രാക്ട് ചെയ്യുന്നതിനെ സിസ്റ്റോൾ എന്നും, അത് നോർമൽ പൊസിഷനിലോട്ട് വരിക, അതിന്റെ ഒരു റെസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അതിന് പറയുന്ന പേര് എന്താണ്? ഡയസ്റ്റോൾ എന്നും പറയാം. അപ്പോൾ ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും ചേരുന്നതിനെയാണ് ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു കോൺട്രാക്ഷൻ ആൻഡ് ഒരു റിലാക്സേഷൻ, അതായത് കോൺട്രാക്ഷനെ സിസ്റ്റോൾ എന്നും റിലാക്സേഷനെ നമുക്ക് ഡയസ്റ്റോൾ എന്നുമാണ് പറയുന്നത്. 0.8 സെക്കൻഡ് കൊണ്ടാണ് ഒരു ഹാർട്ട് ബീറ്റ് സംഭവിക്കുക. ഓക്കെ, ഓർമ്മിക്കുക, ഹാർട്ട് ബീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സിസ്റ്റോൾ പ്ലസ് ഡയസ്റ്റോൾ ആണ് ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് ഓർമ്മിക്കുക, അത് ഒരു സിസ്റ്റോൾ പ്ലസ് എന്താണ്? ഒരു ഡയസ്റ്റോൾ ആണ് ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. 0.8 സെക്കൻഡ് ആണ് ഒരു ഹാർട്ട് ബീറ്റിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഹാർട്ട് ബീറ്റ് സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കാർഡിയാക് മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ ഇമ്പൾസസുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇമ്പൾസസുകൾ നമ്മുടെ ഹാർട്ടിലൂടെ ബോഡി ഫ്ലൂയിഡുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മുടെ ഹാർട്ട് വഴിക്ക് ബോഡി ഫ്ലൂയിഡ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ സ്കിന്നിന്റെ സർഫസിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രോഡുകൾക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അതിനെ വേവ് ലൈക്ക്, അതായത് തരംഗ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രേസ് ചെയ്തിട്ടാണ് നമുക്ക് ECG നമുക്ക്
കിട്ടുക. ഓക്കെ, അപ്പോ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു സിസ്റ്റോൾ പ്ലസ് ഒരു ഡയസ്റ്റോൾ ആണ് ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. 0.8 സെക്കൻഡ് ആണ് ഒരു ഹാർട്ട് ബീറ്റിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ ഹാർട്ട് ബീറ്റ് 72 ആണെന്ന് ഓർമ്മിച്ചുകൊള്ളുക. ഒരു ഹാർട്ട് ബീറ്റ് സമയത്ത്, ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്ന സമയത്ത് കാർഡിയാക് മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ ഇമ്പൾസുകളെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇമ്പൾസുകൾ ഹാർട്ടിൽ നിന്നും എന്താണ്? ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുകയും അത് നമ്മുടെ ബോഡി സർഫസിലുള്ള ഇലക്ട്രോഡുകൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വേവ് ലൈക്ക് ആയിട്ട്, അതായത് തരംഗ രൂപത്തിൽ ട്രേസ് ചെയ്ത് തരുന്നതിനെയാണ് നമ്മൾ ECG എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ECGക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നോർമലി ECGയുടെ പാർട്സ് എന്ന് പറയുന്നത് 3 പേരാണ്. ഏതൊക്കെയാണ്? ഒരു P വേവ്, ഒരു QRS കോംപ്ലക്സ്, ഒരു T വേവ്. 3 പേരാണ് ECGയുടെ നോർമൽ പാർട്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നോർമൽ ECGയുടെ പാർട്സ് എന്ന് പറയുന്നത് 3 പേരാണ്. ഒരു P വേവ് ഉണ്ടായിരിക്കും, ഒരു QRS കോംപ്ലക്സ് ഉണ്ടായിരിക്കും, ഒരു T വേവ് ഉണ്ടായിരിക്കും. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കി പറയാൻ പറ്റുന്ന കാര്യം, ഒന്ന് P വേവ് എന്ന് പറയുന്നത് ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. അതായത് ഏട്രിയൽ കോൺട്രാക്ഷൻ ആണ് P വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ P വേവ് എന്താണ്? ഏട്രിയൽ ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ഏട്രിയൽ കോൺട്രാക്ഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുക. നമുക്ക് ആ P വേവ് ഒന്ന് നോക്കിയിട്ട് വരാം. കണ്ടോ, ഇതാണ് P വേവ്, നെക്സ്റ്റ് ഇതാണ് QRS, ഇതാണ് T വേവ് എന്ന് പറയുക. നമ്മൾ പറഞ്ഞ 3 പേരാണ്. ദിസ് ഈസ് ദ P വേവ്, QRS, T വേവ്. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതില് P വേവ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? P വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏട്രിയൽ ഡീപോളറൈസേഷൻ, അതായത് ഏട്രിയൽ കോൺട്രാക്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി QRS ആണെങ്കിൽ അത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ, അതായത് വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ, അതായത് ഏട്രിയ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ആരാണ്? വെൻട്രിക്കിൾ ആണല്ലേ. അപ്പം QRS കോംപ്ലക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ, അതായത് വെൻട്രിക്കുലാർ കോൺട്രാക്ഷനെയാണ്. T വേവ് ആണെങ്കിൽ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ, അതായത് വെൻട്രിക്കുലാർ റിലാക്സേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. P വേവ് ആണെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ, ദാറ്റ് മീൻസ് ഏട്രിയൽ കോൺട്രാക്ഷൻ ആണ്. QRS കോംപ്ലക്സ് ആണെങ്കിൽ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ്, എന്ന് വെച്ചാൽ വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ ആണ്. T വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ, അതായത് വെൻട്രിക്കുലാർ റിലാക്സേഷൻ ആണ്. ഇനി കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ ഈ P വേവ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എക്സിറ്റേഷൻ ആണ് സൂചിപ്പിക്കും. അതായത് ഏട്രിയയുടെ ഇലക്ട്രിക്കൽ എക്സിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡീപോളറൈസേഷൻ തന്നെയാണ് അല്ലെ. ഏട്രിയയുടെ ഇലക്ട്രിക്കൽ എക്സിറ്റേഷൻ അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ ആണ് എന്ന് ഓർമ്മിച്ചുകൊള്ളുക. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിച്ച് ലീഡ്സ് ടു ദ കോൺട്രാക്ഷൻ ഓഫ് ദ ബോത്ത് ഏട്രിയ. അപ്പം ആ ഒരു ഇലക്ട്രിക്കൽ എക്സിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്തിന് കാരണമാകുന്നുണ്ട്? ഏട്രിയ കോൺട്രാക്ട് ചെയ്യാൻ കാരണമാകും. ഇനി അടുത്ത് പറഞ്ഞു QRS എന്താണ്? അത് വെൻട്രിക്കിളിന്റെ ഡീപോളറൈസേഷൻ ആണ്. അത് എന്തിന് കാരണമാകുന്നുണ്ട്? വെൻട്രിക്കുലാർ കോൺട്രാക്ഷന് കാരണമാകും. അതായത് ഈ ഒരു QRS കോംപ്ലക്സ് സംഭവിക്കുന്ന സമയത്ത് വെൻട്രിക്കിൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്? കോൺട്രാക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു അതായത് ആ കഴിഞ്ഞു, QRS കഴിയുന്ന സമയത്ത്, അതായത് Q കഴിയുമ്പോൾ തന്നെ അവിടെ എന്താണ്? സിസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലെ. ആ സമയത്ത് T വേവ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അത് വെൻട്രിക്കിൾ എക്സിറ്റേഷൻ, അതായത് എന്ത് പറയാം? ഒരു വെൻട്രിക്കിളിന്റെ റിലാക്സേഷനെയാണ് ആര് റെപ്രസെന്റ് ചെയ്യുന്നത്? T വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ആകെ 3 പേരാണ്. ഏതൊക്കെയാണ്? ഒന്ന് P വേവ്, ഏട്രിയൽ ഡീപോളറൈസേഷൻ, അതായത് ഏട്രിയൽ കോൺട്രാക്ഷൻ ആണ്. P വിട്ടുപോകല് ഇമ്പോർട്ടന്റ് ആണ്. P വേവ് എന്താ? ഏട്രിയൽ ഡീപോളറൈസേഷൻ, ഏട്രിയൽ കോൺട്രാക്ഷൻ ആണ്. QRS ആണെങ്കിൽ എന്താ? അത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ ആണ്. T വേവ് ആണെങ്കിൽ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ, അതായത് വെൻട്രിക്കുലാർ റിലാക്സേഷൻ ആണ്. കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? അത് നമ്മുടെ വില്യം ഐൻഹോവൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. 1 മാർക്ക് നമുക്ക് ഷുവർ ആയിട്ട് കിട്ടുന്ന ഭാഗമാണ്. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.